മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ കേരളത്തിൽ ഭരണമാറ്റമെന്ന് ഏകസ്വരത്തിൽ പ്രവചിച്ച് എക്സിറ്റ് പോളുകൾ 70 മുതൽ 80 സീറ്റ് വരെ UDF നേടുമെന്നാണ് CNN ന്യൂസ് 18 വോട്ട് വൈബ് എക്സിറ്റ് പോൾ പ്രവചിച്ചത്. 9 എക്സിറ്റ് പോളുകൾ പുറത്തു വന്നതിൽ 9ഉം UDFനാണ് മേൽക്കൈ പ്രവചിക്കുന്നത്. അസമിൽ ഭരണ തുടർച്ചയെന്നാണ് എക്സിറ്റ് പോളുകൾ. തമിഴ്നാട്ടിൽ AIADMK അധികാരത്തിലെത്തുമെന്നാണ് 2 എക്സിറ്റ് പോൾ പ്രവചനം. TVK ബംഗാളിൽ കടുത്ത പോരാട്ടമെന്നും അട്ടിമറിയുണ്ടാകുമെന്നും എക്സിറ്റ് പോളുകൾ ചൂണ്ടിക്കാട്ടുന്നു. 2 എക്സിറ്റ് പോളുകൾ തമിഴ്നാട്ടിൽ AIADMK അധികാരത്തിലെത്തുമെന്ന് പ്രവചിക്കുന്നു. അസമിൽ ഭരണ തുടർച്ചയെന്നാണ് എക്സിറ്റ് പോൾ സർവേകൾ. കൂടുതൽ വിവരങ്ങളുമായി കാർത്തിക് ചേരുന്നുണ്ട്. കാർത്തിക്, എക്സിറ്റ് പോൾ സർവേകൾ പുറത്തു വരുമ്പോൾ അതിൽ UDF ഭരണത്തിലെത്തും, ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ 4-ാം തീയതി വരെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് ഫലമെന്നറിയാൻ? ആ ഫലത്തിലും ഇത് തന്നെയാകുമോ നമുക്ക് കേൾക്കാൻ സാധിക്കുക? അനുശ്രീ, 5 സംസ്ഥാനങ്ങളിലെ ജനഹിതം എന്ത് എന്നറിയാൻ മെയ് 4 വരെ കാത്തിരിക്കണം. 4 ദിവസം മാത്രമാണ് ഇനി ബാക്കി. 4 ദിവസം ബാക്കിയുള്ളപ്പോഴും ഇന്ന് ബംഗാളിൽ 2ാം ഘട്ട വോട്ടെടുപ്പിന് ശേഷം ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും പുറത്തു വന്നിട്ടുണ്ട്. ഈ ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും 4 സംസ്ഥാനങ്ങളിലെ, ബംഗാളിലെ മാത്രം ചില എക്സിറ്റ് പോളുകൾ നാളെ പുറത്തു വരികയുള്ളൂ. മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ ജനഹിതം അറിയാൻ കാത്തിരിക്കണം. പക്ഷേ എക്സിറ്റ് പോളുകൾ ഇതിനോടകം തന്നെ പ്രവചനങ്ങൾ നടത്തിയിരിക്കുന്നു. ഏറ്റവും ശ്രദ്ധേയം CNN-ന്റെ വോട്ട് വൈബ് സർവേ. ഈ സർവേ പ്രവചിക്കുന്നത് കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകും എന്നാണ്. UDF അധികാരത്തിൽ എത്തുമെന്നാണ് വോട്ട് വൈബിന്റെ സർവേ. UDFന് 70 മുതൽ 80 സീറ്റുകൾ വരെ ലഭിക്കും. LDFനാകട്ടെ 58 മുതൽ 68 സീറ്റ് വരെ ലഭിക്കും എന്നുമാണ് CNN വോട്ട് വൈബ് എക്സിറ്റ് പോളിൽ വ്യക്തമാക്കുന്നത്. NDAക്ക് 0 മുതൽ 4 സീറ്റ് വരെ, അതായത് 2 സീറ്റ് വരെ കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന് വിവിധ ഘടകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് വോട്ട് വൈബ് പറയുന്നു. അതായത് കേരളത്തിൽ 75 സീറ്റ് നേടി UDF ഭരണം ഉറപ്പിക്കും എന്നാണ് വോട്ട് വൈബ് സർവേയുടെ ആകെ തുക. മറ്റൊന്ന്, ഈ വോട്ട് വൈബ് എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങളും ഉന്നയിച്ചിരുന്നു വോട്ടർമാരോട്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും ഏറെ ശ്രദ്ധേയമാണ്. മുഖ്യമന്ത്രി ആരാകണം എന്ന ചോദ്യത്തിന് ഭൂരിഭാഗം പേരും പിണറായി വിജയനെയാണ് പിന്തുണച്ചത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതായത് വോട്ട് വൈബ് സർവേയിൽ UDF അധികാരത്തിലെത്തും എന്ന് പറയുമ്പോഴും ഭൂരിഭാഗം എക്സിറ്റ് പോളിൽ പങ്കെടുത്ത ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെടുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി തുടരണം എന്ന ആഗ്രഹമാണ് അവർ പങ്കുവെക്കുന്നത് എന്നതാണ്. മറ്റൊന്ന്, UDFൽ നിന്നാകട്ടെ VD സതീശനാണ് ഏറ്റവും കൂടുതൽ പിന്തുണ ഈ എക്സിറ്റ് പോളിൽ പങ്കെടുത്ത വോട്ടർമാരിൽ നിന്ന് ലഭിക്കുന്നത്. 27.9% പേർ VD സതീശനെയും 31.8% പേർ പിണറായി വിജയനെയും പിന്തുണയ്ക്കുന്നു. മറ്റൊന്ന്, വോട്ട് വിഹിതം സംബന്ധിച്ച വോട്ട് വൈബിന്റെ കണക്കുകളാണ്. UDFന് 42.6% വോട്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിക്കും എന്നാണ് വോട്ട് വൈബിന്റെ സർവേ വ്യക്തമാക്കുന്നത്. LDFനാകട്ടെ 39.5%. അതായത് LDFും UDFും തമ്മിൽ ഏതാണ്ട് 6% വോട്ടുകളുടെ വ്യത്യാസം ഉണ്ടാകുമെന്നാണ് വോട്ട് വൈബ് എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത്. BJPക്കാകട്ടെ 14.3% വോട്ട് വിഹിതം അവർക്ക് തുടരും. അതായത് നിലവിൽ അവർക്ക് 14% വോട്ടുണ്ട്. കേവലം 0.3% ഉയർച്ച മാത്രമാണ് അതിൽ ഉണ്ടാവുക എന്നാണ് വോട്ട് വൈബ് എക്സിറ്റ് പോളിന്റെ പ്രവചനം. 2 സീറ്റ് വരെ BJPക്ക് കിട്ടാനുള്ള എല്ലാ അനുകൂല സാഹചര്യവും ഉണ്ട് എന്നുകൂടി വോട്ട് വൈബ് പ്രവചിക്കുന്നു. മറ്റൊന്ന്, ഈ വോട്ട് വൈബിനെ കൂടാതെ, CNN വോട്ട് വൈബിനെ കൂടാതെ മറ്റു പല ഏജൻസികളുടെയും എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. ഏതാണ്ട് 10 എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ 10 എക്സിറ്റ് പോൾ ഫലങ്ങളിലും എല്ലാത്തിലും നേരിയ മാർജിനിൽ എങ്കിലും കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകും, UDF അധികാരത്തിൽ എത്തും എന്നാണ് വ്യക്തമാക്കുന്നത്. ജേണോ മിററാകട്ടെ 65 മുതൽ 80 സീറ്റ് വരെ നേടി UDF അധികാരത്തിലെത്തുമെന്ന് പ്രവചിക്കുന്നു. LDFന് 55 മുതൽ 65 സീറ്റ് വരെയും, പീപ്പിൾസ് ഇൻസൈറ്റ് ആകട്ടെ 66 മുതൽ 76 സീറ്റ് വരെ UDFന് ലഭിക്കും എന്ന് പ്രവചിക്കുന്നു. അങ്ങനെ 65 മുതൽ 90 സീറ്റുകൾ വരെ ആണ് UDFന് പ്രവചിക്കുന്നത്. കൃത്യമായ ഒരു ഭരണമാറ്റം എല്ലാ എക്സിറ്റ് പോളുകളും, ഈ എക്സിറ്റ് പോൾ നടത്തിയ എല്ലാ ഏജൻസികളും ഒരുപോലെ പ്രവചിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന്. കേരളത്തിലെ സാഹചര്യം ഒരു ഭരണമാറ്റത്തിന് അനുകൂലമാണ് എന്ന് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുമ്പോൾ മറ്റു പല സംസ്ഥാനങ്ങളിലും അങ്ങനെയല്ല. ആസാമിലാകട്ടെ പുറത്തു വന്ന എല്ലാ എക്സിറ്റ് പോളുകളും ഭരണ തുടർച്ച ഉണ്ടാകുമെന്നാണ് പ്രവചിക്കുന്നത്. മാത്രമല്ല, ഒരു ലാൻഡ്സ്ലൈഡ് വിക്ടറി തന്നെ BJPക്ക് ഉണ്ടാകും അസാമിൽ എന്ന ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നു. തമിഴ്നാട്ടിലെ നിലവിൽ അധികാരത്തിൽ തുടരുന്ന DMK സർക്കാർ തുടരും എന്ന് ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും പ്രവചിക്കുമ്പോൾ 2 എക്സിറ്റ് പോളുകളുടെ
ഫലങ്ങൾ ഏറെക്കുറെ ശ്രദ്ധേയമാണ്. അതിൽ അതാണ് ഏറ്റവും പ്രധാനം തമിഴ്നാട്ടിൽ ഈ വിജയുടെ നേതൃത്വത്തിലുള്ള ടിവിക്ക് വലിയ തരത്തിലുള്ള പ്രതീക്ഷയായിരുന്നു മുന്നോട്ട് വെച്ചിരുന്നത്. ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ അവിടെ AADMK അധികാരത്തിലെത്തുമെന്നാണ് വ്യക്തമാകുന്നത്. എന്താണ് അവിടുത്തെ നിലവിലെ സാഹചര്യം? പല എക്സിറ്റ് പോൾ സർവേകളും DMKക്ക് തമിഴ്നാട്ടിൽ തുടർ ഭരണം പ്രവചിക്കുമ്പോൾ ആക്സിസ് മൈ ഇന്ത്യയുടെ എക്സിറ്റ് പോളാണ് തികച്ചും വ്യത്യസ്തമായ ഒന്ന്. ആക്സിസ് മൈ ഇന്ത്യ പ്രവചിക്കുന്നത് 92 മുതൽ 110% വരെ 110 സീറ്റുകൾ വരെ നേടി DMK. അതോടൊപ്പം തന്നെ TVK ആകട്ടെ 98 മുതൽ 120 സീറ്റ് വരെ നേടും എന്ന വ്യത്യസ്തമായൊരു പ്രവചനമാണ് ആക്സിസ് മൈ ഇന്ത്യ നടത്തുന്നത്. വോട്ട് വൈബ് സർവേ ആകട്ടെ CNN വോട്ട് വൈബിൽ തമിഴ്നാട്ടിൽ AIDMK നേതൃത്വം നൽകുന്ന NDA സർക്കാർ അധികാരത്തിലെത്തുമെന്നാണ് വ്യക്തമാക്കുന്നത്. എന്നാൽ മറ്റു പല എക്സിറ്റ് പോളുകളും, അതായത് പീപ്പിൾസ് പൾസ്, PMark, മാട്രിക്സ്, പീപ്പിൾസ് ഇൻസൈറ്റ് അടക്കമുള്ള ഏജൻസികളെല്ലാം തന്നെ 120-ൽ കൂടുതൽ സീറ്റ് നേടി DMK സർക്കാർ അധികാരത്തിൽ തുടരും എന്നാണ് പ്രവചിക്കുന്നത്. ബംഗാളിൽ കടുത്ത പോരാട്ടം എന്നാണ് പുറത്തു വന്ന ഭൂരിഭാഗം എക്സിറ്റ് പോളുകളിലും ഉള്ളത്. വോട്ട് വൈബിൽ ആദ്യഘട്ടത്തിൻ്റെ റിസൾട്ട് മാത്രമാണുള്ളത്. അതുകൊണ്ട് അതിൻ്റെ പൂർണ്ണ ഫലങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ എങ്കിൽ കൂടിയും ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 15 വർഷമായി അധികാരത്തിൽ തുടരുന്ന തൃണമൂൽ കോൺഗ്രസ് അവർക്കെതിരെ ശക്തമായ ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ BJPക്ക് കഴിഞ്ഞു എന്ന രീതിയിലാണ് പ്രവചനങ്ങൾ. മാത്രമല്ല പല എക്സിറ്റ് പോളുകളും ഒരു ഭരണമാറ്റം അവിടെ ഉണ്ടാകും എന്ന് പ്രവചിക്കുന്നു. BJP അധികാരത്തിൽ എത്തും എന്ന് പ്രവചിക്കുന്ന എക്സിറ്റ് പോളുകളും ഉണ്ട്. ഏറ്റവും ഒടുവിൽ ബംഗാളിലെ പോളിംഗ് ശതമാനവും ആദ്യഘട്ടത്തിലെ പോളിംഗ് ശതമാനത്തോട് അടുക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ഈ ഘട്ടത്തിൽ. അനുശ്രീ, അതായത് ബംഗാളിൽ രണ്ടാം ഘട്ട പോളിംഗ് അവസാനിക്കുമ്പോൾ 92.39% അവിടെ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 7 ജില്ലകളിലെ 142 മണ്ഡലങ്ങളിലാണ് ഇന്ന് അവിടെ പോളിംഗ് നടന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഭൂരിഭാഗം ജില്ലകളിലും 90% മുകളിലേക്ക് പോളിംഗ് എത്തിയെന്നതാണ്. ആദ്യഘട്ടത്തിൽ 93.19% പോളിംഗ്. അതിനോടടുത്ത് തന്നെ രണ്ടാം ഘട്ടത്തിലെ പോളിംഗും എത്തുന്നു. അതായത് ബംഗാളിൽ റെക്കോർഡ് പോളിംഗ് ആണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത്. ഒരുപാട് പ്രത്യേകതകളുള്ള തെരഞ്ഞെടുപ്പ്, വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം ഉള്ള തെരഞ്ഞെടുപ്പ്. 15 വർഷമായി TMC അധികാരത്തിൽ തുടരുമ്പോൾ BJP ശക്തമായ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് നടത്തുന്ന തെരഞ്ഞെടുപ്പ്. മാത്രമല്ല 2 ലക്ഷത്തിലധികം കേന്ദ്ര സേനാംഗങ്ങളെ അവിടെ ഇറക്കി ക്രമസമാധാനം ഉറപ്പുവരുത്തി വോട്ടർമാരെ ബൂത്തിലെത്തിക്കാൻ പരമാവധി ശ്രമങ്ങൾ BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നേർക്കുനേർ TMCയും BJPയും ശക്തമായ പ്രചരണവും അതോടൊപ്പം തന്നെ മത്സരവും കാഴ്ചവെച്ച ബംഗാളിൽ ഇത്തവണത്തെ പോളിംഗ് ശതമാനം ഏറ്റവും ശ്രദ്ധേയമാണ്. 92.39% ഇന്ന് വൈകിട്ട് 6 മണിക്ക് പോളിംഗ് അവസാനിക്കുമ്പോൾ ബംഗാളിലെ രണ്ടാം ഘട്ട പോളിംഗ്. അതിൽ പൂർബ ബർധമാനിലാണ് 93.73% പോളിംഗ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നിട്ടുള്ളത്. അതൊരു കാർഷിക മേഖലയാണ്, ഗ്രാമീണ മേഖലയാണ്. കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ സജീവ ചർച്ചയായ മേഖല കൂടിയാണ്. അവിടെ 93.73% പോളിംഗ്. അതോടൊപ്പം തന്നെ കൊൽക്കത്ത നോർത്തിലും കൊൽക്കത്ത സൗത്തിലും ശക്തമായ പോളിംഗ് നടന്നിരിക്കുന്നു. കൊൽക്കത്ത നോർത്തിൽ 89.34% പോളിംഗ്. കൊൽക്കത്ത സൗത്തിലാകത്തെ 87.77% പോളിംഗ്. മറ്റൊരു ശ്രദ്ധേയമായ മണ്ഡലം, ബംഗാൾ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലം ഭവാനിപ്പൂരാണ്. 159ാമത്തെ ഭവാനിപ്പൂർ മണ്ഡലത്തിൽ പോളിംഗ് അവസാനിക്കുമ്പോൾ 86.68% അവിടുത്തെ പോളിംഗ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതായത് മമതാ ബാനർജിയും സുവേന്ദു അധികാരിയും നേർക്കുനേർ മത്സരിച്ച ഭവാനിപ്പൂരിൽ 86.68% പോളിംഗ് നടന്നിരിക്കുന്നു എന്ന വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ബംഗാളിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ പോളിംഗ്, റെക്കോർഡ് പോളിംഗ് നടന്നിരിക്കുന്നു. ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ എല്ലാം തന്നെ മുന്നണികൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. അത് കേരളത്തിലായാൽ കൂടിയും മറ്റ് സംസ്ഥാനങ്ങളിലായാൽ കൂടിയും വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇന്ന് പുറത്തു വന്ന എക്സിറ്റ് പോളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും അതുപോലൊപ്പം തന്നെ അഭിപ്രായങ്ങളും ആയിരിക്കും രാഷ്ട്രീയ നേതാക്കൾ പറയുക. അത് തന്നെയായിരിക്കും വരും ദിവസങ്ങളിൽ വോട്ട് എണ്ണുന്നത് വരെയുള്ള ദിവസങ്ങളിൽ സജീവ ചർച്ചയാവുകയും. ഏതായാലും കേരളത്തിൽ പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ UDFന് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ്. മറിച്ച് LDFനാകട്ടെ പ്രകടനം തീരെ മോശമാകില്ല എന്ന ഒരു ഉറപ്പുകൂടി നൽകുന്ന എക്സിറ്റ് പോളുകളാണ്. അതായത് 58-ൽ താഴെ ഒരു സർവേകളും പ്രവചിക്കുന്നില്ല എന്നത് LDFന് ആശ്വാസകരമാണ്. അങ്ങനെ ശക്തമായ മത്സരം നടന്നിരിക്കുന്നു കേരളത്തിൽ. ഒരു വേഫർ തിൻ മാർജിൻ
എന്നതിനപ്പുറത്തേക്ക് ഒരു തരംഗം ഇല്ല എന്ന രീതിയിൽ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്നും ആശ്വാസം കണ്ടെത്തുകയാണ് LDF. മറിച്ച് UDF ആകട്ടെ അവർക്ക് കേരളത്തിൽ അധികാരത്തിലേക്ക് തിരിച്ചെത്താൻ വലിയ ആത്മവിശ്വാസം നൽകുന്ന പ്രവചനങ്ങളാണ് ഇന്ന് പുറത്തു വന്ന ഭൂരിഭാഗം എക്സിറ്റ് പോളുകളിലും ഉള്ളത്. അനുശ്രീ, കാർത്തിക, അതുപോലെ തന്നെ ഒരിക്കൽ കൂടി കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ എക്സിറ്റ് പോളുകളിൽ നമ്മൾ ചോദിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. ആരാകണം മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് ഏറ്റവും കൂടുതൽ എല്ലാവരും അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ലഭിച്ച പെർസെൻറ്റേജ് വന്നിട്ടുള്ളത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകണമെന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ചർച്ചകളൊക്കെ ഈ തെരഞ്ഞെടുപ്പിന് മുൻപേ ഒക്കെ വ്യാപകമായ രീതിയിലുണ്ടായിരുന്നു. ഇപ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലം പുറത്തു വരുമ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് വേണ്ടേ നമ്മൾ മനസ്സിലാക്കാൻ? ആ അർത്ഥത്തിൽ കൂടെ ഇതിനെ വിലയിരുത്തുന്നവർ ഉണ്ട്. പല രാഷ്ട്രീയ നിരീക്ഷകരും അങ്ങനെ കൂടി ഇതിൽ വിലയിരുത്തുന്നു. കാരണം UDF 70 മുതൽ 80 സീറ്റുകൾ വരെ നേടി അധികാരത്തിൽ എത്തും എന്ന് CNN ന്യൂസ് 18 വോട്ട് വൈബിൻ്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുമ്പോഴും ചില നിർണായകമായ ഘടകങ്ങൾ കൂടി ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ആരാകണം മുഖ്യമന്ത്രി എന്ന ചോദ്യം ഈ എക്സിറ്റ് പോളിന് ശേഷം ഈ എക്സിറ്റ് പോളിൽ പങ്കെടുത്ത വോട്ടർമാരോട് ചോദിച്ചിരുന്നു. അതിൽ ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത് പിണറായി വിജയൻ്റെ പേരാണ് എന്നത് ശ്രദ്ധേയമാണ്. ആ പിണറായി വിജയൻ്റെ പേരിനൊപ്പം തന്നെ UDF-ൽ നിന്ന് ആര് മുഖ്യമന്ത്രിയാകണം എന്നൊരു ചോദ്യം കൂടി ഉന്നയിച്ചിരുന്നു. ആ ചോദ്യത്തിന് VD സതീശനാണ് ഈ എക്സിറ്റ് പോളുകൾ ഏറ്റവും കൂടുതൽ പേർ അഭിപ്രായപ്പെട്ടത് എന്നതും കൂടി ഈ ഘട്ടത്തിൽ കൂട്ടി വായിക്കണം. അതായത് 27.9% പേരാണ് VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് അഭിപ്രായപ്പെട്ടത്. അതേസമയം പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകണമെന്ന് അഭിപ്രായപ്പെട്ടതാകട്ടെ 31.8% പേരും. എന്തായാലും ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത് പോലെ തന്നെ UDF ഒരു നേരിയ മാർജിനിലെങ്കിലും അധികാരത്തിൽ എത്തും എന്ന് അവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. പ്രതിപക്ഷ നേതാവാകട്ടെ 100 സീറ്റ് എന്ന പ്രവചനം 2 ദിവസം മുൻപ് കൂടി അത് ആവർത്തിക്കുകയും ചെയ്തു. ഒരു എക്സിറ്റ് പോളുകളും 100 സീറ്റിനടുത്തേക്ക് ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി പ്രവചിക്കുന്നില്ല എന്നത് ഏറെ ശ്രദ്ധേയമാണ് ഇന്നത്തെ എക്സിറ്റ് പോളുകളിൽ എന്നതാണ്. ആക്സിസ് മൈ ഇന്ത്യ മാത്രമാണ് UDF-ന് 90 സീറ്റുകൾ വരെ പറയുന്നത്. അതൊരു ലാൻഡ് സ്ലൈഡ് വിക്ടറി എന്ന് അത്തരത്തിൽ ഒരു ഫലം വന്നാൽ അതൊരു ലാൻഡ് സ്ലൈഡ് വിക്ടറിയാക്കി അവകാശപ്പെടാം. എന്തായാലും 100 സീറ്റ് എന്ന അവകാശവാദങ്ങൾക്കടുത്തേക്ക് എക്സിറ്റ് പോളുകളൊന്നും എത്തുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും ഇന്ന് പുറത്തു വന്ന എക്സിറ്റ് പോളുകളിൽ കേരളത്തിൻ്റെ ഫലങ്ങൾ അതിൽ ഭൂരിഭാഗം എക്സിറ്റ് പോളുകളിലും ഏറെക്കുറെ എല്ലാ എക്സിറ്റ് പോളുകളിലും അത് ചെറിയ ശതമാനത്തിൽ ആണെങ്കിൽ കൂടിയും UDF-ന് അനുകൂലമാണ് എന്നതാണ് ശ്രദ്ധേയം. കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകും എന്ന ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നു. മാത്രമല്ല LDF-ന് ഒരു എഡ്ജ് കണ്ടെത്താൻ പല സ്ഥലങ്ങളിലും കഴിയുന്നില്ല. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ അടക്കം LDF കണക്ക് കൂട്ടിയ നിലയിലേക്ക് കാര്യങ്ങൾ എത്തില്ല എന്നാണ് ഈ എക്സിറ്റ് പോളുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും വലിയ തോതിലുള്ള വോട്ട് ശതമാനത്തിൻ്റെ ഡിഫറൻസ് ഈ വോട്ട് വൈബിൽ പ്രകടമാണ്. ഏതാണ്ട് 5% വ്യത്യാസമാണ് ഇതിൽ പ്രകടമായിട്ടുള്ളത്. നമുക്ക് ജനഹിതം എന്നറിയാൻ കാത്തിരിക്കാം. അപ്പോഴും നിലവിൽ വോട്ട് വൈബിൻ്റെ എക്സിറ്റ് പോൾ നടത്തിയ ഇതിൻ്റെ ഫലങ്ങൾ അനുസരിച്ച് 48 സീറ്റുകൾ വരുന്ന വടക്കൻ കേരളത്തിൽ 16 മുതൽ 20 സീറ്റ് വരെ LDF-നും ഒപ്പം 24 മുതൽ 28 സീറ്റ് വരെ UDF-ന് മധ്യ കേരളത്തിലും ലഭിക്കുമെന്നാണ് പ്രവചിക്കുന്നത്. തെക്കൻ കേരളത്തിലാകട്ടെ LDF-ന് 18 മുതൽ 20 സീറ്റ് വരെ. അതായത് വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമാണ് UDF വലിയ മുന്നേറ്റം നടത്താൻ സാധ്യതയുള്ളത് എന്നാണ് വോട്ട് വൈബ് എക്സിറ്റ് പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഫലം വരാൻ കാത്തിരിക്കാം. NDAക്ക് 0 മുതൽ 4 സീറ്റ് വരെ പറയുന്നു. 2 സീറ്റുകൾ അവർക്ക് ലഭിക്കാൻ എല്ലാ അനുകൂല ഘടകങ്ങളും ഉണ്ട് എന്നും വോട്ട് വൈബിൻ്റെ എക്സിറ്റ് പോളിൽ വ്യക്തമാക്കുന്നു. LDF-ന് മിഡ് പോയിന്റ് അനുസരിച്ച്, അതായത് ഈ വോട്ട് വൈബിൻ്റെ എക്സിറ്റ് പോളിന്റെ മിഡ് പോയിന്റ് അനുസരിച്ച് LDF-ന് 63, UDF-ന് 75. ഭരണമാറ്റം എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ വ്യക്തമാകുന്നത്. 70 മുതൽ 80 സീറ്റ് വരെ UDF നേടി കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്നാണ് വ്യക്തമാകുന്നത്. കാർത്തിക്കാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.